ഹായ് ഫ്രണ്ട്സ്, ഞാൻ സിദ്ദീഖാണ്. വെൽക്കം ബാക്ക് മൈ ചാനൽ. ഞാൻ ഇന്ന് കാസർഗോഡ് ടൗണിലേക്കാണ്. അവിടെ നല്ല ഇളനീർ പാനീയം, അതായത് പൊണ്ടത്തിൻ്റെ ജ്യൂസ്, അപ്പോൾ അവിടത്തേക്കൊന്ന് നമുക്ക് ചെല്ലാം. അപ്പോൾ അതിന് മുമ്പായി എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അവിടുത്തെ സ്റ്റാഫ് അഷ്റഫ് ഭായ് എന്ത് കൊങ്കാട്ടത്തിൽ വിഷയം പറയുന്നത്, മാഷാ അല്ലാ. അയാളെ ആ ഹോട്ടലത്തെ എന്താ പറയുക, അഷ്റഫ് ഭായ് ഉണ്ടല്ലോ, ആത്മാർത്ഥത, ആ പണിനോടുള്ളൊരു ആത്മാർത്ഥത. ജ്യൂസ് എന്ന് പറയുന്നത് അടിപൊളി ജ്യൂസാണ്. മധുരത്തെക്കാളും നല്ല മധുരത്തോടുള്ള വിഷയമാണ് നമ്മൾ അഷ്റഫ് ഭായ് നമ്മളോട് സംസാരിക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഏതായാലും അഷ്റഫ് ഭായിയെ നമുക്കൊന്ന് കാണാം. അതുപോലെ തന്നെ അവിടുത്തെ ജ്യൂസും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഏതായാലും വീഡിയോയിലേക്ക് കിടക്കാം. ഇതൊരു മായം ചേർക്കാത്ത അല്ല, ഒരു മായം ചേർക്കാത്ത നാടൻ പൊണ്ടൻ ജ്യൂസാണ് കാസർഗോഡ് പ്ലസ് കപ്പിൽ കിട്ടുന്ന സാധനം. ഒന്നൊന്നര ജ്യൂസ്, യാതൊരു കലകമില്ല, ഒറ്റൊരു ജ്യൂസാണ്. ഇത് കഴിക്കുന്ന ഐറ്റം 28 വക ഐറ്റമാണ് ഇവിടെ ഉള്ളത്. ജ്യൂസ് ഒറ്റൊരു ഐറ്റമാണ്, പൊണ്ടൻ ജ്യൂസ്. പിന്നെ ബാക്കിയൊക്കെ ഐറ്റം എന്ത് തിന്നുന്ന ഐറ്റം ഓക്കെ. നിങ്ങൾ അകത്ത് വന്ന അകത്ത് കാണാം. ഇത് ഈ കുപ്പിക്ക് എത്ര? ഈ കുപ്പിയാണ് 120. 3.5 ഗ്ലാസ് ഉണ്ട്. 120. ഓക്കെ. പിന്നെ അറിയാം, ഈ ഗ്ലാസ്സിൽ വേണം, പാർസൽ ഗ്ലാസ്സിലും അങ്ങനെ കൊടുക്കുന്നുണ്ട്. ഒരു ഗ്ലാസ്സിന് എത്ര? 40 രൂപ. ഇതായിരിക്കുന്നത് ഇത് പാട എടുക്കുന്നുണ്ട്. ഇത് പാട മാത്രം. ഇത് പാട ക്ലീൻ ആക്കിയിട്ട് ക്ലീൻ ആക്കിയിട്ട് അകത്ത് പോകുന്നത്. അകത്തേക്ക് നോക്കട്ടെ, കാട്ടിച്ചോളും. അല്ല, ഇതല്ലാണ്. ഇത് അകത്ത് പോകും. അകത്ത് പോയിട്ട് വരും. അകത്ത് പോയിട്ട് ജ്യൂസായിട്ട് വരും. പിന്നെ ഇവിടെ ചട്ടി കൊണ്ടാണ്. ഏത് ചട്ടി? ഇതാ ആ ചട്ടി ഒന്ന് കേട്ടാ. എങ്ങനെ നിങ്ങ ആള് ഉഷാർ. പുലി ഇപ്പൊ നിങ്ങ പുലി. വെയില് തട്ടാൻ പാടില്ല. അങ്ങനെയാണ് പ്ലാസ്റ്റിക് ഇട്ടത്. വെയില് തട്ടാൻ പാടില്ല, പാടാൻ പാടില്ല. ഇത് നാടൻ പൊണ്ട എടുത്തു പൊട്ടിക്കാൻ പൊണ്ട പൊട്ടിക്കുന്ന പരിപാടിയാണ്. പൊട്ടിച്ച് അതിലേക്ക് ഒഴിച്ച് എന്നിട്ട് വരുന്നുണ്ട് അത് പണി. അങ്ങനെ വെക്കും. രണ്ട് കഷ്ടം കിട്ട്. അവിടുന്നാണ് മല എടുത്തിട്ട് പോകുന്നത്. ഓക്കെ. ഇവിടത്തേക്കിട്ട് ഇവിടുന്ന് രണ്ടാമത് മല എടുത്തിട്ട് അങ്ങോട്ടേക്ക് പോകും. ഓക്കെ. അപ്പൊ മല എടുത്ത് അകത്ത് പോകുന്നതൊന്ന് കാട്ടിക്കാൻ പറ്റും. ജ്യൂസായിട്ട് വരും. ഓക്കെ. ജ്യൂസ് സ്പെഷ്യല് വേറെ സ്പെഷ്യലാണ്. അതിലിട്ടൊരു സ്പെഷ്യലായിട്ട് വരും. ആയിക്കോട്ടെ. ഇത് എത്ര കാലമായി തുടങ്ങിയിട്ട്? ഇത് കാലയിൽ ഇത് ഒരാൾ 35 വർഷമായി. ഇവിടെ എത്രയായി? ഇവിടെ ഇപ്പൊ 5 മാസമായുള്ളൂ. 5 മാസമായി. ജനാർദ്ദ ആശുപത്രിയിൽ നമ്മളെ മുതലാളി 35 വർഷമായി. നിങ്ങളെ പേര്? എന്റെ പേര് അഷ്റഫാണ്. അഷ്റഫ്. അടിപൊളി. നാടനിൽ പൊട്ടിക്കാം. നാടൻ സൈസാണ്. അതേത്? ഇവനാള് പുലി. ഇത് നാടൻ ചെന്തങ്ങ. ഇതിന്റെ വെള്ളത്തിലേക്ക് തന്നെ മിക്സ് ആക്കുന്ന? അല്ല, ഇത് വേറെ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കും? എല്ലാം മിക്സ് ഒന്നിലെന്നെ രണ്ടും രണ്ടല്ല 3-4 സൈസ് പൊണ്ട ഉണ്ടാവും. അതെല്ലാം ഒന്നിലേക്ക് മിക്സ് ആക്കും. നല്ല അടിപൊളിയായിട്ട് വരുന്നതാണ്. ഇനി നമുക്ക് മല എടുക്കുന്ന കാണാം. നിങ്ങളുടെ പേരെന്ത്? അബ്ബാസ് ആണോ? ഓക്കെ. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ക്ലീൻ ആക്കിയതിന് ശേഷം ഇതിലേക്ക്
ഒന്ന് അതിന്റെ പാട എടുത്തിട്ട് ഇടുന്ന അല്ല മിസ്സാവും. 2 മിസ്സാവും. വേറെ വെള്ളം ചേർക്കൽ പരിപാടി ഇല്ല. അങ്ങനത്തെ ഇല്ല. ഇതിലുള്ള മധുരം ഇതിലുള്ള ഇത് പഞ്ചാര അങ്ങനത്തെ ഒന്നും ഇടല്ല. അങ്ങനത്തെ പരിപാടി ഇല്ല. ഇംഗ്ലീഷ് നോട്ട് അലൗഡ്. ഇന്ന് ഞാൻ ടേസ്റ്റ് ചെയ്യട്ടെ. എങ്ങനെ കൊണ്ടത്തിന് ജ്യൂസ്? അടിപൊളി. കൊണ്ടത്തിന്റെ ജ്യൂസിന്റെ ഐറ്റം ഇരിക്കുന്ന ഐറ്റമാണ്. കൊണ്ടത്തിന്റെ ഇരിക്കാനുള്ള സൗകര്യം ഈടാക്കിയിട്ടുണ്ടല്ലോ. ഇരിക്കാനുള്ള സൗകര്യം എല്ലാം ആക്കിയിട്ടുണ്ട്. ഒന്നാമത്തെ മംഗലത്തിന്റെ കേക്ക്, പുതിനാട്ടി കേക്ക്, പിന്നെ രാത്രി മുറിക്കുന്ന കേക്ക്, പകൽ മുറിക്കുന്ന കേക്ക്, പിന്നെ പിള്ളേരെ വറുത്തന്റെ കേക്ക്, പിന്നെ മൽബറ്റ് കേക്ക്, പിന്നെ ഐറ്റം ഒക്കെ തിന്നല്ലേ. കാപ്പിക്കകത്ത് ഇത് ഐറ്റമാണ്. ഇതെല്ലാം ഇതെല്ലാം പൊണ്ടത്തിലാണ്. 28 വരെ പൊണ്ടത്തിൽ എല്ലാം പൊണ്ടത്തിലുണ്ടാക്കുന്നത്. എല്ലാം പൊണ്ടം. പിന്നെ അഭിപ്രായം കൊണ്ട് മലയാളിയോടൊന്ന് ചോദിച്ചോ. 2 ആളുണ്ട്. ചാച്ചാവും നിങ്ങൾ സ്റ്റാഫല്ലേ, അതുകൊണ്ടാണ് ഞാൻ സാറിനോട് ചോദിച്ചോ എങ്ങനെ അഭിപ്രായം. എടുത്ത ഐറ്റമിനെ പറ്റി എന്താ പറയാനുള്ള? വളരെ നല്ല ഐറ്റം, എല്ലാം ഫ്രഷ് ആയിട്ടുള്ളതാണ്. അതെ അതെ, സ്വസ്ഥമായിട്ട് കഴിക്കാൻ പറ്റുന്ന. ഇതില്ല കെമിക്കൽ ഇല്ല സാധനം. അതെ, ഇനിയിപ്പോ ചൂടല്ലേ വരുന്നത്. നല്ല തിരക്കുണ്ടാവും. അതെ അതെ. അപ്പോൾ നമ്മളെ ഈ അഷ്റഫിന്റെ വേറൊരു പ്രത്യേകത കൂടിയാണ്. ഇവിടെ ട്രാഫിക് ഒക്കെ ജാമായി കഴിഞ്ഞാൽ അദ്ദേഹമാണ് ഇവിടെ നിയന്ത്രിക്കുന്നത്. നമ്മളെ ഈ പൊണ്ടം ഇളനീറിൻ്റെ ഇവിടെയുള്ള പിന്നെ അഷ്റഫാണ് ഇവിടെ എല്ലാം ഫുള്ള് നിയന്ത്രിക്കുന്നത്. 1-2 വാക്ക് അഷ്റഫിനോട് തന്നെ നമുക്ക് ഈ ട്രാഫിക്കിനെ പറ്റി ചോദിക്കാം. ഇവിടെ നമ്മളെ ട്രാഫിക് ജംഗ്ഷൻ അല്ലേ, സിറ്റി ഗോൾഡ് പ്ലസ് കപ്പ് ജംഗ്ഷൻ ആണ്. അതെ, ജംഗ്ഷനിൽ നമ്മൾ ടാങ്കറിൽ വരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, ബ്ലോക്ക് ആണ് ഇവിടെ. ഓക്കെ, അതുകൊണ്ട് വണ്ടിയൊക്കെ നിയന്ത്രിച്ചിട്ട് വണ്ടി അങ്ങോട്ട് കടത്തി വിടും. 2 വണ്ടിക്ക് പാർക്കിംഗ് ഉള്ളു. പിന്നെ സാധനം ആ വണ്ടിക്ക് പെട്ടെന്ന് കൊടുത്തിട്ട് ആൾക്കാരെ വിടുന്നതാണ്. ഇവിടെ പോലീസുകാരെല്ലാം കുൽമാലാക്കുന്നല്ലേ. ഇവിടെ വണ്ടി വെക്കാൻ നമുക്ക് ഓടാകുമ്പോഴേക്ക് അത്രയും പ്രശ്നമാണ്. പെട്ടെന്ന് കൊടുത്തിട്ട് ഒഴിവാക്കുന്നതാണ്. ആംബുലൻസും മറ്റു പല വണ്ടി പോകുന്ന റോഡാണ്. അപ്പൊ റോട്ടിൽ വെക്കാൻ ആരും പറ്റൂല. പാർക്കിങ്ങിന്റെ വെക്കാൻ ഇല്ല, യാത്ര കയറ്റാം. യാതൊരു കാരണവശാൽ റോട്ടിൽ വന്നിട്ടില്ല സാധനം. അപ്പൊ നിങ്ങള് ഫുള്ള് നിയന്ത്രിക്കുന്നത് നമ്മളാണ്. നിയന്ത്രണം നിങ്ങളുടെ കയ്യിലാണുള്ള. കാസർഗോഡ് ട്രാഫിക് തന്നെ നിങ്ങളുടെ കയ്യിലാണുള്ളത്. ഇവിടുത്തെ നമ്മൾ ജ്യൂസിന്റെ കട പ്രത്യേകിച്ചിട്ടായാലും ഇവിടെ ആള് വരുമ്പോൾ അങ്ങോട്ട് പോകുന്ന അവിടത്തേക്ക് മാറ്റും. പിന്നെ ഇവിടെ 2 വണ്ടി വെക്കാം. പിന്നെ റോട്ടിൽ വേണം പെട്ടെന്ന് പാർസൽ കൊടുത്തു വിടും. പാർസൽ മറ്റേ കഴിയില്ലല്ലോ. റോഡ് അങ്ങനത്തെ സ്ഥലമല്ലേ. അപ്പൊ അത് നമ്മൾ കച്ചവടത്തിന്റെ അവസ്ഥയാണല്ലേ. അപ്പൊ അത് പൊടിച്ചെടുക്കുന്ന ഇങ്ങനെ പാക്കറ്റ് കുപ്പിയാണോ കുപ്പി 120 ബോട്ടലിന് 120. ഒരു ഗ്ലാസ് 40. അപ്പൊ അത് കൊടുത്തിട്ട് പെട്ടെന്ന് വിടും. ബോട്ടിൽ ബോട്ടിൽ അതിനാണ് ഈ ബോട്ടലിൽ സംവിധാനം. പാർസൽ കൊടുക്കാൻ വേണ്ടി പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടി 2-3 ബോട്ടിലെല്ലാം വേണ്ടിയിരുന്നു. അതുകൊണ്ട് അഭിപ്രായം ജ്യൂസിനെ പറ്റി അങ്ങനെ അടിപൊളിയല്ലേ, കുടിച്ചില്ലേ? നമ്മൾ ആരും ഇതാ ഫൈലില്ല എല്ലാം അല്ല മലയാളി അങ്ങനെ ജ്യൂസിന്റെ അത് അങ്ങനെ കുടിച്ചിട്ട് അടിപൊളിയല്ലേ ജ്യൂസ്? നല്ല അടിപൊളിയാണ്. ആൾക്കാരൊന്നും ഒന്നും അഭിപ്രായ വ്യത്യാസമില്ല. കംപ്ലൈന്റ് പറയാനൊന്നുമില്ല. നമ്മളെ സാധനം യുസുവിന്റെ വണ്ടിയാണ്. ഇത് വെള്ളമാണ്. കൊണ്ടത്തിന്റെ വെള്ളം ഒരു ചട്ടിയിൽ പൊട്ടിക്കും. ഇവിടെ ഇങ്ങനെ വെക്കും. ഇത് അവര് അകത്തേക്ക് മാറ്റും. അകത്തുനിന്ന് അവിടുന്ന് മിക്സ് ആയിട്ട് 2-1 ഇങ്ങോട്ട് പാടിയും വെള്ളവും മിക്സ് ആയതിനു ശേഷം ഇങ്ങോട്ടേക്ക് വരും.
28 വക ഐറ്റം ആണ് ഇവിടെ ഉള്ളത്. ഷോപ്പിന്റെ പേര് ഞാൻ കണ്ടിട്ടില്ലല്ലോ. കുനാഫ